നമുക്കൊപ്പം ഉള്ളത് ശ്രീ സുരേഷ് ഏറിയാട്ടാണ്, പിന്നെ സജീവ് ബാലകൃഷ്ണൻ, രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ചിത്രകാരന്മാർ, ആനിമേറ്റേഴ്സ്, കാരിക്കേച്ചറിസ്റ്റ്. ഫാസ്റ്റസ്റ്റ് കാരിക്കേച്ചറിസ്റ്റ് ആണ് സജീവ്. He's featured in the Limca Book of Records as the fastest caricaturist in 2010, who sketched 651 full-body caricatures in half a day or just 12 hours. Meet Mr. Sajeev Balakrishnan. ഈ സജീവ് ജിയാണ് ഇപ്രാവശ്യം സുരേഷ് ജി ആയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. ദേശി ഊൺ എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി ഇത് ആനിമേഷനിലെ ഓസ്കാറിന് തുല്യമായിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദേശി ഊൺ എന്ന് പറഞ്ഞ സുരേഷ് ജിയുടെ ഈക്സൊരസ് സ്റ്റുഡിയോന്റെ ഏറ്റവും പുതിയ ആനിമേഷന്. ഐ ലീവ് ടു സജീവ് ജി ആൻഡ് സുരേഷ് ജി ഫോർ ഫർദർ ടോക്ക്. വെൽക്കം എവരിവൺ. വെൽക്കം സജീവ് ജി, സുരേഷ് ജി. താങ്ക് യു ആശിഷ്. താങ്ക്സ്. നമസ്കാരം. അപ്പൊ നമുക്ക് തുടങ്ങാലോ. അപ്പൊ ഇത് ദേശീയ ഊൺ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്നാണ് ഈ NSC സെക്കൻഡ് അവാർഡ് സുരേഷിന് കിട്ടിയത്. അപ്പൊ അത് സുരേഷിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പൊ ഈ ദേശീയ ഊൺ എന്ന് പറയുന്ന ഈ ടൈറ്റിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഊണ് സംബന്ധിച്ച് എന്തോ ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ നോക്കിയപ്പോഴാണ് ഇത് സംഗതി ഊളാണെന്ന് മനസ്സിലായത്. പിന്നെ ആശിഷ് പറഞ്ഞ പോലെ എന്നോട് സംസാരിക്കാൻ പറ്റും, പക്ഷെ ഞാൻ സത്യത്തിൽ ഇതൊരു കോമ്പീറ്റന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ബേസിക്കലി വഴിനീളം നടന്നു വരയ്ക്കുന്ന ഒരാളാണ്, കാരിക്കേച്ചറിസ്റ്റ് ആണ് ഞാൻ. ഇത് അതിനൊക്കെ കുറച്ചുകൂടി ഉയർന്ന ശ്രദ്ധയും റിസർച്ചും ആവശ്യപ്പെടുന്ന ഒരു 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 തട്ടകമാണ് അനിമേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സുരേഷിന്റെ ഫിലിംസ് എല്ലാം തന്നെ അങ്ങേയറ്റത്തെ ശ്രദ്ധ, മെറ്റിക്കുലസ് പ്ലാനിങ്, മെറ്റിക്കുലസ് ഫിനാൻഷ്യൽ പ്ലാനിങ്, മെറ്റിക്കുലസ് ലോജിസ്റ്റിക്സ് പ്ലാനിങ് ആവശ്യപ്പെടുന്ന ചിത്രങ്ങളാണ് എല്ലാം തന്നെ. അപ്പൊ എനിക്ക് എത്രമാത്രം ഇത് നീതി കൊടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ കണ്ടത് വെച്ച് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അപ്പോ ഇത് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി, ഞാനൊരു 4-5 വട്ടം ഇന്ന് തന്നെ കണ്ടു എന്നത്. കാരണം ബേസിക്കലി എന്നെ അട്രാക്ട് ചെയ്ത ഒരു റസ്റ്റിക് ക്വാളിറ്റി ആ ചിത്രത്തിന്റെ. എനിക്ക് തോന്നിയിട്ടുള്ള സുരേഷിന്റെ ഏറ്റവും മികച്ച ചിത്രം, ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച ചിത്രം ഡെഫിനറ്റ്ലി ഇത് തന്നെയാണെന്ന്. കാരണം ഒന്നാമത് അതിലെ കഥാപാത്രങ്ങള്, ആടുകളെ ഞാനൊരു ഓരോരോ വ്യക്തികളായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് അങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയത്. അതിലെ എക്സംപ്ലറി മ്യൂസിക്, ശരിക്കും ഞാനൊരു ഡെക്കാനിലൊരു പാടത്തിന് നടുവിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു അനുഭൂതി എനിക്ക് മറ്റ് ചിത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനെ ടോട്ടലി എലിവേറ്റ് ചെയ്തൊരു ചിത്രമാണ്. मेरा नाम है ऊन ऊन ऊन, मेरी कहानी जरा सुन 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 सुन. സത്യത്തിൽ ഇതിന്റെ ഐഡിയേഷൻ എങ്ങനെയായിരുന്നു എന്ന് സുരേഷ് പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് ഇതൊരു കോൺട്രാക്ടിന്റെ ഒരു വലിയ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തതാണോ? കാരണം ഇത്രയും മെറ്റിക്കുലസ് ആയിട്ടുള്ള സംഗതികളിലുണ്ട്, ധാരാളം സമയം ആവശ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്? ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ട്, നമ്മള് കുറെ കാര്യങ്ങള് ഈ റെഗുലർ ആയിട്ടുള്ള ഒരു കോൺട്രാക്ച്വൽ പ്രൊജക്ട് മാതിരി അല്ല ചെയ്തേക്കണേ. ഇത് നമുക്ക് ഒരുപാട് കൺവിക്ഷനോട് കൂടി ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഇതിന്റെ ഈ ഫുൾ ഫിലിം ചെയ്യാനായിട്ട് നമുക്ക് 1 കൊല്ലം എടുത്തു. ജാനുവരി മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ. ഫെബ്രുവരിയിലാണ് നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ 1 കൊല്ലം നമ്മൾ ഫുള്ളായിട്ട് എടുത്തു ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനു മുമ്പ് ഇതിന്റെ ചില സീഡുകൾ ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ഈ 2012 എൻ്റെ ഒരു ഫ്രണ്ട്, NIDയിൽ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഒരു ദേശി ഊൻ എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ കണ്ടു. ആ എക്സിബിഷനിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഇന്ത്യയിലെ ഷീപ്പിന്റെ ഒരു വെറൈറ്റിയെ പറ്റിയും അതിന്റെ ഒരു ചുറ്റുപാടിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടണേ. അതായത് 42 ഡിഫറെന്റ് ബ്രീഡ്സ് ഉണ്ട് ഇന്ത്യയിൽ. ചെമ്മരിയാടിന്റെ തന്നെ ചെമ്മരിയാടൻ ഈ വൂളിന്റെ പ്രൊഡക്ഷൻ, കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ഇന്ത്യ നമ്പർ 3 നമ്പർ 4 നമ്പർ 2 ഒക്കെയാണ്. ഭയങ്കര അത്രയും പ്രൊഡക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ അതിന്റെ ഒരു മറ്റൊരു സൈഡ് എന്താന്ന് വെച്ചാൽ, ഒരു ഐറോണിക്കൽ സൈഡ് എന്താന്ന് വെച്ചാൽ, നമ്മള് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് വൂളാണ്. നമ്മുടെ വൂളിന്റെ 50% കൂടുതൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ്, കളയാണ്. അതുകൊണ്ട് പറയുന്നുണ്ടല്ലോ. ഇതിൽ അത് അഡ്രസ് ചെയ്യാനും കൂടിയാണ്. മാത്രമല്ല ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ കണ്ടപ്പോഴാണ് ആശീഷ്, എന്തൊരു ജീവിതമാണ് നമുക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു ജീവിത
സ്റ്റൈല് എത്ര സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു വേ ആണ്. അതായത് അവർക്ക് റൂഫില്ല, മേൽക്കൂര ഇല്ലാത്ത ജീവിതമാണ്. അവരിങ്ങനെ നൊമാഡിക് ആയിട്ട് 6-7 മാസം ഒരു 3,000-4,000 കിലോമീറ്ററുകൾ ഈ ഈ ഫ്ലോക്കിൻ്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇന്ത്യയിൽ. ഈ 42 വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഷെപ്പേർഡ്സിൻ്റെ ഒപ്പം. അതിൽ കുറേ പേര് കുറയുന്നു, അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ പേർക്ക് ഇത് പെർസ്യൂ ചെയ്യാനായിട്ടോ സസ്റ്റെയിൻ ചെയ്യാനോ പറ്റുന്നില്ല. കാരണം വൂളിൻ്റെ എക്കണോമി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. വൂൾ കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നില്ല. പിന്നെ അവർക്ക് മീറ്റ് എക്കണോമി അവർക്കൊരു ഫേവറബിൾ അല്ല. ഇതിനെ വിറ്റ് മാംസത്തിന് വേണ്ടി വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ അത്ര മനസ്സും അവർക്ക് അങ്ങനെ ഇല്ല. നമ്മുടെ വെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം ഈ ഇന്ത്യയിൽ വെസ്റ്റിലൊക്കെ റാഞ്ചുകളിലാണ്. ഈ ഒരു വലിയ സ്ഥലത്ത് റാഞ്ചിൽ ഇവരൊക്കെ ഫെൻസ് ചെയ്തിട്ടാണ് അവിടെ ചെമ്മരിയാടിനെ വളർത്തുന്നത്. അവർക്ക് ഇതുമാതിരി ഒരു മൂവ്മെന്റ് ഇല്ല. ഈ ഫ്രീ മൂവ്മെന്റ് കൊണ്ടാണ് ഇവിടുത്തെ ചെമ്മരിയാടിന് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെങ്ത്തും ഇമ്മ്യൂണിറ്റിയും ഒരുപാട് ക്വാളിറ്റീസും വരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഈ ഐറണി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അതിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. പക്ഷെ അപ്പോൾ ഒന്നും ചെയ്തില്ല. അതിനെപ്പറ്റിയുള്ള പുസ്തകമൊക്കെ ഞാൻ മേടിച്ചു, അതൊക്കെ വായിച്ചു. അപ്പോൾ 2023 ഇവരെന്നെ അപ്രോച്ച് ചെയ്യണം. ഇങ്ങനെ ഒരു വലിയൊരു എക്സിബിഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 2024 ആദ്യം. അത് ഈ ലിവിങ് ലൈറ്റ്ലി പാസ്റ്ററലിസം എന്നാണ് ഇതിൻ്റെ പേര്. പാസ്റ്ററലിസം. ഇതെല്ലാം പാസ്റ്ററൽ ലൈഫാണ്, പാസ്റ്ററലിസ്റ്റ് ആണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ ലൈഫിനെ പറ്റി ഒരു എക്സിബിഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പടം ചെയ്യണം. അതിങ്ങനെ ഈ ഒരു ഷെപ്പേർഡ് ഡെക്കാനി പ്ലാറ്റോയിൽ ഉണ്ടായിരുന്ന ഒരു ഷെപ്പേർഡ്, അത് അങ്ങേരുടെ ഒരു 10-15 വരുന്ന ഒരു ബ്ലാക്ക് ഷീപ്പാണിത്. അതും ഭയങ്കര റെയറാണ്. ബ്ലാക്ക് ഷീപ്പ് വളരെ റെയറാണ്, എവിടെ ഇല്ലാത്തൊരു കളറാണ്. ഞാനത് ശ്രദ്ധിച്ചു, എല്ലാം ബ്ലാക്ക് ആയിട്ടാണല്ലോ കാണിച്ചിരിക്കുന്നത്. അതെ, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തൻ എന്നുള്ള അർത്ഥമാണ്. അതായത് ബാക്കിയുള്ളവരെ മാതിരി ഫോളോ ചെയ്യുന്ന ആളല്ല. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഡയറക്ഷനിൽ പോകുന്ന ഒരു ജന്തുവാണ്. അപ്പൊ ഈ ബ്ലാക്ക് ഷീപ്പിനെ കൺസർവ് ചെയ്ത ഈ ബാലുമാമ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. അങ്ങേര് ഇപ്പോൾ ഒരു ഗോഡ്ലി ഫിഗർ ആയിട്ട് മാറിയേക്കാണ്. കാരണം അങ്ങേര് ഇതിനെ നർച്ചർ ചെയ്ത് ഇതിനെ ക്രോസ് ബ്രീഡ് അലോ ചെയ്യാതെ പ്യൂർ ബ്രീഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു കക്ഷിയാണ്. एक चरवाहे का नाम बालू मामा, उन्होंने भेड़ों के गुणों को पहचाना। इनके झुंड को पवित्र झुंड कहा, इनको बचाने का काम अपने हाथ लिया। बालू मामा अपनी भेड़ों को पाला और पोसा, लाखों तक उनको पहुंचाया। इन काली सुंदर भेड़ों ने बालू मामा का नाम पाया। ഇത് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ചെയ്യണം. പിന്നെ വൂള് തന്നെ ഇതിൻ്റെ ഭാഷയാവണം. വൂളിൻ്റെ പ്ലൈറ്റിനെ പറ്റി ആളുകളോട് പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ള ഐഡിയ ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് വൂളുകൊണ്ട് ഉണ്ടാക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇൻ കേസ് ഈ വലിച്ചെറിഞ്ഞ വൂളിൻ്റെ ഒരു ടഫ്റ്റ് വന്ന് അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ അതായിരിക്കും ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം തോന്നിയിട്ടാണ് ഈ ഫുൾ മീഡിയം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തത്. एक चरवाहे का नाम बालू मामा, उन्होंने भेड़ों के गुणों को पहचाना। बालू मामा की पूजा करते हैं लोग, उन्हें संत महात्मा कहते हैं लोग। बालू मामा। അപ്പോൾ സെന്റർ ഫോർ പാസ്റ്ററലിസം ആണ് ഈ എക്സിബിഷൻ നടത്തിയത്. അതാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പടം ഉണ്ടാക്കിയത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫണ്ടിങ്ങോ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഫണ്ടിങ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. കാരണം ആ ഒരു ഡ്രൈവ് നമ്മുടെ മേത്താണ് വന്നത്. കാരണം അവർ ചെയ്യണം പടം ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ അതിനുള്ള ഒന്നുമില്ല അവരുടെ കയ്യിൽ. അപ്പം നമ്മൾ അങ്ങനത്തെ കുറച്ച് പേരെ അപ്രോച്ച് ചെയ്തു. സമാഗത ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ, അവർ മുമ്പോട്ട് വന്നു. എല്ലാം ഒരു കോയിൻസിഡൻ്റ്. ഇത് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് പലരും ഒരു ഡിവൈൻ അലൈൻമെന്റ് മാതിരി പലരും ഓരോ ഘട്ടത്തിലായിട്ട് വന്നു പെട്ടു. അതായത് ഈ സമാഗതയുടെ ഫൗണ്ടർ നീലിമയുടെ ഒരു പോട്ടറി എക്സിബിഷൻ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവരെന്നെ കാണാൻ വന്നു.
കുറച്ച് ഒരു 3-4 മാസത്തിനകം നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും സോഷ്യൽ കോസിന് വേണ്ടിയിട്ടുള്ള സംഭവം നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി വുഡ് ലൈക്ക് ടു പാർട്ട്ണർ വിത്ത് യു. അപ്പോൾ ഈ സംഭവം നമ്മുടെ കയ്യിൽ ഇരിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിവൈൻ അലൈൻമെന്റ് നടക്കുന്നത്. ഈ പ്രൊജക്റ്റ് ജാനുവരിയിൽ തുടങ്ങി. അപ്പോഴത്തേക്കും സുഷമ അയ്യങ്കാർ ഈ സെന്റർ ഫോർ പാസ്റ്ററലിസത്തിന്റെ ഈ ലിവിങ് ലൈറ്റ്ലിയുടെ മെയിൻ ചെയർപേഴ്സൺ ആണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സുരേഷ് എങ്ങനെയും ഈ ഫ്ലോക്കിന്റെ ഒപ്പം പോകണം, അവരെ കണ്ട് അവരുടെ ഒപ്പം ജീവിച്ചാലേ ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലാവുള്ളൂ. അതിന് മുമ്പ് സുരേഷ് ഇതിനെപ്പറ്റി അധികം യു വിൽ നോട്ട് ബി കൺവിൻസ്ഡ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ അറേഞ്ച് ചെയ്തു ബെൽഗാമില്, നോർത്ത് ഓഫ് ബെൽഗാമില് ഈ ഡെക്കാനി ഷീപ്പിന്റെ ഒരു ഫ്ലോക്ക് ഉണ്ട്, അവരുടെ ഒപ്പം യാത്ര ചെയ്യാനായിട്ടുള്ളൊരു സംഭവം എന്നോട് പറഞ്ഞു. അപ്പോ അങ്ങനെ യാത്ര ചെയ്തിരുന്നോ? ഞാൻ ബെൽഗാവിൽ പോയി. അവർ അറേഞ്ച് ചെയ്തു. ഒരു 4 മണിക്ക് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് ഇങ്ങനെ കാറിൽ ഒരു 100 കിലോമീറ്റർ പോയി. അതിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രാമത്തിൽ എവിടെയാണ് ഇവർ നിൽക്കുന്നതെന്ന് അറിയില്ല. പതുക്കെ നമ്മൾ കണ്ടുപിടിച്ചു എവിടെയാണ്. അവരെ ഫോണൊക്കെ വിളിച്ച്, ഫോണൊക്കെ ഉണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ ഈ ഷെപ്പേഴ്സിന്റെ. അങ്ങനെ നമ്മളവരെ ട്രേസ് ചെയ്ത് പിന്നെ അവരുടെ ഒപ്പം നിന്നു. അവരുടെ ഒരു 1500 അതിൽ കൂടുതലോ ആടുകൾ ഉണ്ടായിരുന്നു, ചെമ്മരിയാട്. അത് ഇതിന്റെ ഒരു ഭയങ്കര സംഭവം എന്താന്ന് വെച്ചാൽ ഇത് ഹെർഡ്സ്മാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരായിരിക്കും അല്ലേ? ഒരാളായിരിക്കില്ലല്ലോ അല്ലേ? അല്ല, ഒരു കൂട്ടം ആളുകളുണ്ട്. പിന്നെ ഈ ഒരു രഥമൊക്കെ ഉണ്ട്. ഈ ബാലുമാമയും കൊണ്ടാണ് അവർ നടക്കുന്നത്. ബാലുമാമ എന്ന് പറഞ്ഞാൽ ഈ അങ്ങനത്തെ ഒരു വിഗ്രഹമൊക്കെ അവർ കൊണ്ട് നടക്കും. അതിന്റെ ഒപ്പം ബാലുമാമയുടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു പട്ടി കുട്ടി ഉണ്ടായിരുന്നു. ഇങ്ങയുടെ ഐഡലിനൊപ്പം ഉണ്ട് ഒരു ചെറിയൊരു പട്ടി. ഇവരാണ് ഷെപ്പേർഡ് ഗൈഡ് ചെയ്തിരുന്ന ആളുകൾ എന്നുള്ളതാണ് ഒരു സങ്കല്പത്തിലാണ് ഇവര് പോകുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും പോകും, ഇവരെ ഇൻവൈറ്റ് ചെയ്യും ഈ ഫ്ലോക്കിനെ. അവരുടെ ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ അവർ ഇൻവൈറ്റ് ചെയ്യും. ഇപ്പൊ ഇവരവിടെ പോയിട്ട് ഈ ഗ്രേസ് ചെയ്യും, പുല്ലൊക്കെ കഴിക്കും. അതിൻ്റെ ഒപ്പം അവരുടെ മലവും മൂത്രവും ഒക്കെ ആ ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വളമായിട്ട് വരും. 2-2.5 കൊല്ലത്തേക്ക് അവർക്ക് പിന്നെ ഒന്നും നോക്കണ്ടെന്ന് അവർ പറയുന്നത്. പിന്നെ അവിടെ വളരുന്ന സാധനങ്ങൾക്ക് ഭയങ്കര പോഷക വാല്യൂ. കാരണം ഈ അവർക്കുള്ള ഭക്ഷണമൊക്കെ ആ പ്രദേശത്തുകാർ കൊടുക്കുമായിരിക്കും അല്ലേ? പ്രദേശത്തുകാർ അവർ ഉണ്ടാക്കി കൊടുക്കും. അവിടുത്തെ തന്നെ ക്രോപ്പുകളും പച്ചക്കറികളും ഒക്കെ അവിടെ ഉണ്ടാവുന്നത് തന്നെ അവർ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പിന്നെ ആടിന്, ചെമ്മരിയാടിന്റെ അത് കഴിക്കുന്ന ചില ഹെർബ്സും ഇത് മാത്രമേ കഴിക്കുള്ളൂ. ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് കഴിക്കുന്നത്. ഈ സാധാരണ പുല്ലൊന്നും കഴിക്കില്ല. ഇത് പ്യുവർ ബ്രീഡ് ആയത് കാരണം അവർ ഭയങ്കര സെലക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഈ മിൽക്കിനും സാധനത്തിനൊക്കെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഈ ഫ്ലോക്കിന്റെ ഒപ്പം നടക്കുന്ന ഒരുപാട് അസുഖമൊക്കെ ഉള്ള സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളൊക്കെ നടക്കുകയാണ്. ഞാൻ അന്ന് പോയപ്പോഴത്തേക്കും ഒരുപാട് വയ്യായുള്ള ആളുകളൊക്കെ ഇതിനൊപ്പം നടക്കുക. ഒരു 6 മാസം നടക്കുകയാണ്. അതൊരു ശരിക്കും ഒരു എക്സ്പെഡീഷൻ നിലയ്ക്കാണോ അതോ അവരുടെ മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നിലയ്ക്കാണോ? അതൊരു വിശ്വാസത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിലും ഇതുമാതിരി ഫ്രഷ് എയറും ഫുഡും പാലും വെളിച്ചവും എല്ലാം നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു 6 മാസമാണ്. നമ്മുടെ ഫുൾ ജീവിത രീതി മാറുക. നമ്മൾ നടക്കുന്നു, എല്ലാ ദിവസവും നടക്കുന്നു. വി ആർ വർക്കിംഗ് ഹാർഡ്, ഫിസിക്കലി നമ്മൾ വർക്ക് ചെയ്യണു. പിന്നെ ഭക്ഷണം അവരുടെ നടപ്പ് സാധാരണഗതിയിൽ ഒരു ദിവസം എത്ര തൊട്ട് എത്ര മണി വരെ ആയിരിക്കും? ഇല്ല, ഇത് ഒരു സ്ഥലത്തെത്തി അവര് കുറച്ച് 2-3 ദിവസം അവിടെ നിൽക്കും. ആ ഗ്രാമത്തിലെ ആളുകളുടെ ഒക്കെ റിസപ്ഷനൊക്കെ മേടിക്കും. പിന്നെ അവിടുത്തെ അടുത്തുള്ള ഫീൽഡുകളിലൊക്കെ ഇവരെ കൊണ്ടുപോകും. അപ്പൊ കുറെ ഫീൽഡുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ തങ്ങും കുറച്ച് ദിവസം. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അതിന്റെ ഏറ്റവും ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോ പണ്ടൊക്കെ ആടായിരുന്നു ഇവരെ നയിച്ചിരുന്നത്. ഭയങ്കര മഴയും കൊടുങ്കാറ്റും പേമാരിയൊക്കെ നടക്കുമ്പോ ആടിനൊക്കെ അതൊക്കെ മനസ്സിലാവും. അപ്പൊ അവര് ചെമ്മരിയാടൊക്കെ വേറെ സ്ഥലത്തിൽ കൂടിയാ പോണേ. അപ്പൊ ഈ ഫാമിലിയും സേവ് ചെയ്തോണ്ടാണ് അവരുടെ പോക്ക്. ഇവരുടെ ഒപ്പമുള്ള ഷെപ്പേർഡ് ഫാമിലിയും അവര് സേഫ് ഗാർഡ് ചെയ്തോണ്ടാണ് പോകുന്നത്. ഇത് എപ്പോഴും മേയ്ക്കുന്നത് ഇവരല്ല, പലപ്പോഴും മേയ്ക്കുന്ന ഇവരാണ്. ആടാണ് ഒരു പ്രിമോണിഷൻ പോലെ അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ. അപ്പൊ ഈ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കാണ് മിക്കവാറും ഇതൊക്കെ അടിച്ച് തട്ടിപ്പോണേ ഹരിക്കാനൊക്കെ വരുമ്പോ. ഈ നടക്കുന്നവർക്ക് ഒന്നും പറ്റിയില്ല. ഇന്നാളും കൂടി ഗുജറാത്തില് ഈ ഭയങ്കര ഹരിക്കാൻ വന്നപ്പോഴത്തേക്കും ഇവർക്കൊന്നും ഒന്നും പറ്റിയില്ല, ഒരു കാഷ്വാലിറ്റി ഇല്ല.
അങ്ങനത്തെ ഒരു ഒരു സ്പെഷ്യൽ എനിക്കൊരു അത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് തോന്നിയത്. അതുപോലെ സുരേഷ്, ഞാൻ ചിത്രത്തിൽ കണ്ടത് ചിത്രം കോൺസ്റ്റന്റ്ലി മൂവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോ ഫ്രെയിമും, പ്രത്യേകിച്ച് ആടുകളായതുകൊണ്ട്, ഒരാടും അതിന്റെ 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അത് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ 2 വട്ടം കാണിക്കുന്നുണ്ട്. ഒട്ടും ഒരു ഫ്രെയിമിലും ഈ പറയുന്ന എലിമെന്റ്സ് നിശ്ചലമായിട്ട് നിൽക്കണില്ല. അത് എനിക്ക് തോന്നുന്നു ഈ പാസ്റ്റോറൽ ക്യാരക്ടർ, ഈ ഗ്രേസിംഗ് ക്യാരക്ടർ, അതിന്റെ ഒരു കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് മൂവിങ് ഫ്രെയിം എന്നുള്ള ഇത് വന്നത്? അനിമേഷൻ ഫിലിംസിൽ പൊതുവെ ഉണ്ടെങ്കിലും. അതെ, ഇത് സജീവന്റെ ഒരു നല്ലൊരു ഒബ്സർവേഷൻ ആണ്. നമ്മൾ അങ്ങനെ ഒരു ഇന്റൻഷൻ ആയിട്ടല്ല നമ്മൾ കാണിച്ചേക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട് എപ്പോഴും. പക്ഷെ വേറൊരു പല മൂവ്മെന്റ്സും പല വ്യത്യാസം. ആദ്യം നമ്മൾ കാണുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കാറ്റ്, അതിൻ്റെ ഒപ്പം കളഞ്ഞ കുറെ വൂളിന്റെ കഷ്ണങ്ങളാണ് പറയുന്നത്. അതിൽ ഒരു കഷ്ണമാണ് വന്ന് പാടുന്നത്, ഒരു കഷ്ണം വൂളാണ് വന്ന് ഈ പാട്ട് പാടുന്നത്. ഞാനാണ് വൂള്, എന്റെ കഥ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന വൂളാണ്. അപ്പൊ അതിന്റെ അടുത്തുനിന്ന് 3-4 ചെറിയ വൂളിന്റെ കഷ്ണങ്ങളും ഇറങ്ങി അവരും പാടാൻ തുടങ്ങും. അപ്പോൾ ഒരു മൂവ്മെന്റിന്റെ സെൻസ് ഇതിലുള്ളത് എനിക്ക് തോന്നുന്നു. ഒന്ന് നമ്മുടെ മ്യൂസിക്കിൽ ആ ഒരു ഫീൽ ഉണ്ട്, ആ ഒരു റിതമിക് ഒരു ചക്കിങ് അലോങ് മാരത്തെ ഒരു ഫീൽ ഉണ്ട്. അത് വന്നേക്കണ മുഴുവൻ ആ ഒത്തന്റിക് ഫോക്ക് മ്യൂസിക് സ്റ്റൈലിൽ നിന്നാണ്. ഈ ഷെപ്പേർഡ് പാട്ടുകളായി, ഷെപ്പേർഡ് കമ്മ്യൂണിറ്റിയുടെ പാട്ടിന്റെ സ്റ്റൈലാണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ. അതേ ടെക്സ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവര് പാടുന്ന അതേ ടെക്സ്റ്റ് തന്നെയാണ് പാട്ടിന്റെ. ടെക്സ്റ്റ് അല്ലല്ല, നമ്മൾ ഇത് സ്വാനന്ദ് എഴുതിയതാണ്. സ്വാനന്ദ് കിർക്കർ പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരൻ, പാട്ടുകാരൻ, ആക്ടർ, അങ്ങേരെ എഴുതുക. ഞാൻ അതിന്റെ ഒരു ബ്രീഫ് എഴുതി കൊടുത്തു. എനിക്ക് ഇതൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും കൊണ്ടുവരേണ്ടത്. എനിക്ക് ഈ പടത്തിൽ 3-4 കാര്യങ്ങൾ കാണിക്കേണ്ടത് ഉണ്ട്. അതായത് ഈ വൂളും ആടും തമ്മിലുള്ള റിലേഷൻ, ആടും മനുഷ്യന്റെ ഇക്കോസിസ്റ്റം ആയിട്ടുള്ള റിലേഷൻ, പിന്നെ ആ കമ്പിളി, ഇവരുടെ ഒരു കമ്പിളി ഇവരുണ്ടാക്കുന്നുണ്ട്. അവര് അതിനെ ഗോങ്കടി എന്നാ വിളിക്കണേ, മഹാരാഷ്ട്രയിലും കർണാടകയിലും. ഇതൊരു സീക്രട്ട് സാധനമാണ്. ഈ കറുത്ത ചെമ്മരിയാടിന്റെ വൂളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത് അവർ കല്യാണത്തിനും മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതാണ്. കാരണം ഇത് മൾട്ടിപർപ്പസ് സാധനമാണ് ഇത്. അതിനകത്ത് ചിത്രത്തിൽ ഒരിടത്ത് ലൈഫ് സൈക്കിൾ കാണിക്കുമ്പോൾ കുറച്ച് കുട്ടികളും അമ്മയൊക്കെ നിൽക്കുന്ന, അതിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു ശവഘോഷയാത്രയിലേക്കാണല്ലോ. അതെ അതെ അതെ. കഭി കിസി ചിതാ സംഗ് ജലി, അത് ആ സീക്വൻസ് നന്നായിട്ട് ഉപയോഗിക്കുന്നത്. അത് ആ സീക്വൻസ് നമ്മൾ ഇതിന്റെ ഒരു സീക്രട്ട് ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ടാണ് ആ സീക്വൻസ് ഉപയോഗിച്ചത്. അപ്പൊ അത് ഫുൾ കമ്പിളിയിൽ തന്നെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ഈ കമ്പിളി ഞാൻ 2022 പോയപ്പോൾ ഞാൻ ഈ കമ്പിളി മേടിച്ചു, ഈ ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനിൽ നിന്ന്. എന്നിട്ട് ഞാൻ 2024 ഇന്ന് റിസർച്ച് പോകുമ്പോഴത്തേക്കും ബെൽഗാമിൽ രാവിലെ 4 മണിക്ക് വണ്ടിയിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവർ പറഞ്ഞ ഒരു നീൽകണ്ഠ മാമ വന്നിട്ടുണ്ട്. അങ്ങേര് ഗ്രാമത്തിൽ നിന്ന് വന്നേക്കാണ്. സുരേഷിനെ ഇതൊക്കെ കാണിക്കാനായിട്ട് അങ്ങേര് വന്നതാണ്. 85 വയസ്സുള്ള ഒരു മനുഷ്യനാണ് അങ്ങേര് വന്നേക്കുന്നത്. അപ്പൊ അങ്ങേര് വന്ന് രാവിലെ ഇരുട്ടാണല്ലോ, അപ്പൊ രാവിലെ അങ്ങേര് വണ്ടിയിൽ കയറിയിരുന്നു, നമസ്കാരം എന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ ഇങ്ങേര് തന്നെ എനിക്ക് 2022 മറ്റേ ബ്ലാങ്കറ്റ് വിറ്റത് ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പോ ശരി ഭയങ്കര, ഞാൻ ഇത് ഇങ്ങേര് തന്നെയാണ് എനിക്ക് തന്ന സംഭവം. അത് ഭയങ്കര കോയിൻസിഡൻസ്. 2022 അങ്ങേരെ എനിക്ക് വിറ്റ സാധനത്തിന്റെ സീഡ്, ആ സംഭവം നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മളത് ആ പടം ഉണ്ടാക്കണം, അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അവസാനം നോക്കുമ്പോഴത്തേക്ക് ഇങ്ങേരാണ്, അറിയില്ല നമുക്ക് ഇങ്ങേരാണ് ഇങ്ങേര് അവിടെ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കാണിക്കുകയാണ് സംഭവം. അങ്ങേരാണ് എല്ലാം പറഞ്ഞു തന്നെ, ഇതാണ് സംഭവം, ഇതാണ് മറ്റേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഫുൾ ഡേ അങ്ങേര് നമ്മളെ അവിടെ നടത്തി എല്ലാ സാധനങ്ങളും കാണിച്ചു തന്നു. എന്നിട്ട് അതുപോലെ സുരേഷ്, നമ്മള് ഈ ഫിലിം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മള് പ്രത്യേകിച്ചും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, സുരേഷ് അടക്കമുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ പുറകില്. പലപ്പോഴും നമ്മളിപ്പോ വരയ്ക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പൊ ഈ ചിത്രം എടുക്കുന്ന സമയത്ത് ഇനീഷ്യലായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത എ സെറ്റ് ഓഫ് സീക്വൻസസ്, അതിനപ്പുറം നമ്മൾ പോയിക്കൊണ്ടേ ഇരുന്നുണ്ടാവില്ലേ അവസാനം വരെ? ഇടയ്ക്കിടയ്ക്ക് ചെറിയ എംബലിഷ് ചെയ്യാനായിട്ട് അവിടെ ഇവിടെ
ഇതിന്റെ ഒരു പ്രോസസ് ഞാൻ പറയാം. ആദ്യം ഞാൻ എഴുതി സാധനം, ഓക്കെ, ഇങ്ങനെ ഈ സാധനങ്ങൾ വരണം, ഇത് നെക്സ്റ്റ് സീക്വൻസ്. അത് കഴിഞ്ഞിട്ട് ഈ ഷീപ്പിന്റെ ലൈഫ് സൈക്കിൾ വരും. പിന്നെ വരുന്നത് ഇതിന്റെ പ്ലൈറ്റ്, വൂളിന്റെ പ്ലൈറ്റ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, അത് പിന്നെ ആഹ്വാനം, പ്ലീസ് ഡു സംതിങ് അബൌട്ട് ഇറ്റ് എന്നുള്ള ഒരു ഡെലിവറിയും ആണ് നമ്മൾ എഴുതി കൊടുത്തത്. അത് ഇങ്ങനെ എഴുതി സ്വാനന്ദ്. പിന്നെ നമ്മൾ നേരെ മ്യൂസിക് കമ്പോസ് ചെയ്യാണ്. മ്യൂസിക് നമ്മള് ഒരു 6 മിനിറ്റിന്റെ ഒരു ട്രാക്ക് ഉണ്ടാക്കി. രജത് തോലാക്കി വന്നു, നമ്മള് കോലാപൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശരിക്കുള്ള ആർട്ടിസ്റ്റിനെ വിളിച്ച് ഭയങ്കര ലൈവായിട്ട് പാടി സംഭവം റെഡിയാക്കി. എത്ര ദിവസം എടുത്തു റെക്കോർഡിംഗ് തീർക്കാനായിട്ട്? 3 ദിവസം എടുത്തു, 4 ദിവസം എടുത്തു ആ ട്രാക്ക് ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമ്മൾ വേറൊരു കക്ഷികളെ കൊണ്ട് പാടിച്ചു. ഇത് പാടിയപ്പോഴത്തേക്ക് അത് ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തോന്നി, ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടായി മാറിയത്. ഒറിജിനൽ മഹാരാഷ്ട്രീയൻ പാട്ടുകാർ തന്നെയായിരുന്നു, പക്ഷെ അവർ ഭയങ്കര നല്ല പാട്ടുകാരായിരുന്നു. അവർ ഭയങ്കര മെലോഡിയസ് ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു റോനെസ്സോ ഫോക്ക്നെസ്സോ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ സ്വാനന്ദിനോട് തന്നെ പറഞ്ഞു, എഴുതിയ സ്വാനന്ദിനോട് പറഞ്ഞു ഒന്ന് പാടാമോ, കാരണം അങ്ങേര് ചിട്ടപ്പെടുത്തിയത് മുഴുവൻ ആ ഋതം, ഫോക്ക് ഋതം മനസ്സിൽ വെച്ചോണ്ടാണ് അങ്ങേര് ചിട്ടപ്പെടുത്തിയത് വേർഡ്സ്. അങ്ങേര് അത് അടിച്ചു മിന്നിച്ച് പാടി ഈ സാധനം അസലായിട്ട് പാടി അങ്ങേര്. അത് നമ്മുടെ മ്യൂസിക് ഡയറക്ടറും അവരും കൂടി. ഞാൻ ആ സമയത്ത് ജപ്പാനിലായിരുന്നു ഇതിന്റെ റെക്കോർഡിങ് നടക്കുന്നത്. എനിക്ക് ഫിസിക്കലായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു ഫിലിം ഫെസ്റ്റിവലിന് പോയതാ ഹിരോഷിമയില്. അപ്പൊ ഞാൻ ആ സൂമിൽ ഇവര് ചെയ്യുന്ന കണ്ട് അന്തം വിട്ടു. ഇവര് എന്തൊരു പരിപാടിയായിരുന്നു പറയാം അന്ന്. അത് അവര് രജത് ദുലാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങേരും അങ്ങേര് ചെയ്തിട്ടുണ്ട്. ഒരു ജുഗൽബന്ദിയാണ് അങ്ങേര്. എന്നിട്ട് ഇവര് അടിച്ചു മിന്നിച്ച് ആ ട്രാക്ക് ഉണ്ടാക്കി. बालू मामा के रास्ते चलेंगे हम, दिखा देंगे दुनिया को उनमें कितना है दम. एक चरवाहना बालू मामा. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുക, എങ്ങനെ ഉണ്ടാക്കും, ഇതിനെ എങ്ങനെ ഒരു വിഷ്വൽ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. ഭാഗ്യവശാൽ കമ്പോസ് ചെയ്ത സമയത്ത് സ്റ്റോറി ബോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, സ്റ്റോറി ബോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റോറി ബോർഡ് എങ്ങനെ ഉണ്ടായിരുന്നത്, അതും ഭയങ്കര രസകരമായിട്ടുള്ള കഥ. എനിക്ക് സ്റ്റോറി ബോർഡ് ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ സമയം ഇല്ല. ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് സമയം വേണം. അപ്പോൾ ഹിരോഷിമയിൽ നിന്ന് ഞാൻ ബോംബെയിലേക്ക് വരുന്ന ഫ്ലൈറ്റ് 8 മണിക്കൂർ ഉണ്ടായിരുന്നു. ഞാൻ ആ 8 മണിക്കൂറിലാണ് എൻ്റെ സ്റ്റോറി ബോർഡ് ഒറ്റയടിക്ക് വരച്ചത് ഫ്ലൈറ്റിലിരുന്ന്. ഫ്ലൈറ്റിൽ വരയ്ക്കുമ്പോഴത്തേക്കും ANA ജപ്പാൻ എയർലൈൻ്റെ ആളുകളായിരുന്നു. അവരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എനിക്ക് അവർ നല്ല ഭക്ഷണമൊക്കെ തന്നു. ഞാൻ നല്ല വരയ്ക്കുന്ന ആളാണെന്ന് വിചാരിച്ചു. ഭക്ഷണവും കുറെ ബോണസ് ആയിട്ട് തന്നു. എന്നിട്ട് കുറെ ഗിഫ്റ്റ് ഒക്കെ തന്നു വരയ്ക്കുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു ട്രിപ്പില് ഞാൻ ആ 8 മണിക്കൂർ കൊണ്ട് ഈ ഫുൾ പടത്തിന്റെ സ്റ്റോറി ബോർഡ് വരച്ചു തീർത്തു. അത് വന്ന് എല്ലാരും കാണിച്ചു നമ്മുടെ ക്രൂവിനെ. അപ്പൊ അവരൊക്കെ പറഞ്ഞു യെസ്, അതേമാതിരി തന്നെ നമ്മൾ ചെയ്തേക്കണ പടം. അത് പിന്നെ മാറ്റം വരുത്തിയിട്ടില്ല. ഇല്ല, അതിഥി ആ സ്റ്റോറി എടുത്തിട്ട് അത് അനിമാറ്റിക്സ് ആക്കി. അതായത് സ്റ്റോറി ബോർഡിന്റെ ഫ്രെയിംസ് എടുത്തിട്ട് അത് അനിമാറ്റിക്സ് ആക്കി. അതിഥി അത് വരച്ച് ക്ലിയർ ആക്കി. എന്റെ ഡ്രോയിങ് ഒക്കെ എന്നിട്ട് അതിഥി അതിന്റെ അനിമാറ്റിക്സ് ഉണ്ടാക്കി. दक्कन की भेड़े गजब है बड़ी सुंदर ये प्यारी ये जादू भरी खेती पहाड़ों में चरने ये जाए किस्म किस्म की ये जड़ी बूटियां खाए. പിന്നെ അമൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെ ഓഫീസിലെ ഒരു യങ് ആയിട്ടുള്ളൊരു കക്ഷിയാണ് ഇത് സ്പിയർ ഹെഡ് ചെയ്ത്. അതിന്റെ ടീം മുഴുവനും വളരെ ചെറുപ്പത്തിൽ എല്ലാം 19 to 25 year old ആളുകളാണ് മുഴുവനും. എന്നിട്ട് അവരെല്ലാരും കൂടി ഇരുന്ന് ആരും ചെയ്തിട്ടില്ല ഈ വൂളിന്റെ വർക്ക്. നമ്മൾ ആരും ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു അനിമേഷൻ. നമുക്ക് ഈ മെറ്റീരിയൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ഫിലിമിൽ കാണുന്ന കഥാപാത്രങ്ങളുടെ ഛായ ഉണ്ടല്ലോ, അത് സുരേഷ് അന്ന് ആ ഫ്ലൈറ്റിൽ ചെയ്തത് തന്നെയാണോ? പിന്നെ മാറ്റം വരുത്തിയിട്ടില്ല? അങ്ങനെ തന്നെയാണ് വരച്ചേക്കണേ. അങ്ങനെ തന്നെയാണ്. അതിന്റെ അതേ അതുപോലെ മ്യൂസിക്കിൽ കൊടുക്കുന്ന പ്രാധാന്യം ഉണ്ടല്ലോ. എന്തേ? പിന്നെ സുരേഷ് മ്യൂസിക്കിൽ കൊടുക്കുന്ന പ്രാധാന്യം അത് വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് ഇതിലെ മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ. ഇതൊരു മാജിക്കൽ പ്രസൻസ് ആണ്. മ്യൂസിക് ഒറ്റയ്ക്ക് തന്നെ ഒരു എൻറ്റിറ്റി പോലെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്.
അതെ അതെ, ആ, അബ്സല്യൂട്ട്ലി നജേട്ടൻ എല്ലാ കറക്റ്റ് ആണ്. ചിത്രങ്ങളിലും അതെ. എല്ലാ ചിത്രങ്ങളിലും മ്യൂസിക്കിന് കൊടുക്കുന്ന പ്രാധാന്യം ഒരുപക്ഷെ സുരേഷിന്റെ ക്ലാസിക്കൽ മ്യൂസിക് ചെറുപ്പകാലത്തെ പഠിച്ചതിന്റെ സ്വാധീനം ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. എനിക്കത് അത് തോന്നിയിട്ടുണ്ട് ഇനി സജീട്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു നമുക്ക് ഈ റിസപ്റ്റീവ്നെസ് ഉണ്ടല്ലോ മ്യൂസിക്കിനെ അതെ അതെ ആസ്വദിക്കാനും പുതിയ ഇൻപുട്ടുകൾ കേൾക്കാനും ആയിട്ടുള്ളൊരു റിസപ്ഷൻ. നമ്മൾ ഒരു ഫിക്സ്ഡ് ഐഡിയ ആയിട്ടല്ല പോകുന്നത് എപ്പോഴും. നമ്മൾ എസ്പെഷ്യലി ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതെ അതെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടല്ല പോകുന്നത്. നമ്മൾ ഒരു ബ്രോഡർ ഒരു ബൗണ്ടറി ഉണ്ട്, നമ്മൾ അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഈ മ്യൂസിക്കിന്റെയും സൗണ്ടിന്റെയും. റസൂലിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തതും ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്രോസസ് ആയിരുന്നു. സുരേഷ് പേഴ്സണലി പ്രസന്റ് ആയിരുന്നു അല്ലെ സ്റ്റുഡിയോയില് ആ ആ സമയത്ത് ആ മ്യൂസിക് ഡിസൈൻ ചെയ്യുമ്പോൾ? മ്യൂസിക് സൗണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ റസൂലിന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. ആ. പിന്നെ സുരേഷ്, ഞാൻ ഈ ചിത്രം പുരോഗമിക്കുമ്പോഴേ ഈ ഷീപ്പ് കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും, ഷീപ്പിന്റെ എല്ലാ ഫാസറ്റ്സും കാണിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ഈവൻ സോൾജറിന് അല്ലെങ്കിൽ കുടുംബത്തിന്, കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള, അതേസമയം മാനൂറായിട്ട് അത് മാറുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അതൊരു മട്ടൺ കാലായിട്ട് മാറുന്നുണ്ട് ഒരു പ്ലേറ്റില്. അപ്പൊ ഈ പാസ്റ്ററലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാര് സ്പോൺസർ ചെയ്തിട്ടുള്ള സംഗതി അവരിത് പെർമിറ്റ് ചെയ്തിരുന്നു, ഇത്തരം ഒരു ഇത്. കാരണം ഇത് കുറച്ച് അതിനെ തന്നെ ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ഒരു സാത്വിക് വശങ്ങൾ മാറ്റിയിട്ട് ഇല്ല, അവര് കഴിക്കുന്നതായിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവര് അങ്ങനെ കഴിക്കുന്നവരല്ല. അവര് കൂടുതലും വിൽക്കുന്നതാണ് ഈ മീറ്റ്. അവര് അങ്ങനെ കഴിക്കുന്ന ഒരു സ്വഭാവം ഞാൻ വളരെ കുറച്ച് പേരിലേ കണ്ടിട്ടുള്ളൂ. കുറെ ട്രൈബില് ഇല്ല. എസ്പെഷ്യലി ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ അവര് നോൺ വെജ് കഴിക്കുകയില്ലല്ലോ. അപ്പൊ അവര് കച്ചിലൊക്കെ പോയിട്ട്, കച്ചിലും ഇതുമാതിരി തന്നെ ഞാൻ പോയിരുന്നു ആ ഫ്ലോക്കിന്റെ ഒപ്പം. പക്ഷെ അവിടെയൊക്കെ വല്ലാതെ അവർക്ക് നിക്കക്കളി ഇല്ലാതെ ഇരിക്കുക കച്ചില്. കാരണം ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു അവിടെ. അപ്പൊ അവർക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു പാത്തില്ല ഇപ്പൊ ഈ ചെമ്മരിയാടിന്. അപ്പൊ അത് വല്ലാത്തൊരു കഷ്ടമാണ്. അവരുടെയൊക്കെ അവർ നിന്ന് പോവാണ്. ഇതുമാതിരി വളരുന്നൊരു സംഭവമല്ല. ഈ ഡെക്കനിൽ ഭയങ്കര ഈ ട്രസ്റ്റ്, ബാലുമാമയുടെ ട്രസ്റ്റ് ഉള്ള കാരണം അവർ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ സംഭവം. അത് ഡെക്കാനില് മാത്രമേ ഉള്ളൂ, മറ്റു സ്റ്റേറ്റിൽ ഇല്ല അല്ലെ? ഈ ഇവിടെ മഹാരാഷ്ട്ര ഇതുമാതിരി ഒരു ട്രസ്റ്റ് വേറെ എവിടെ ഇല്ല സജീവട്ടോ. ബാലുമാമയുടെ ആണ് അത്. നമ്മള് ഇതൊരു എക്സാമ്പിൾ ആക്കാനായിട്ടും കൂടെയാണ് ആളുകൾ പറയുന്നത്. ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ബാക്കിയുള്ള പാസ്റ്ററലിസം എക്സാമ്പിൾ ആക്കുകയാണെങ്കിൽ അവർക്ക് കുറേയും കൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു മൂവ്മെന്റ്. അതുപോലെ തന്നെ സുരേഷിന്റെ ചിത്രങ്ങളിൽ ഇപ്പോ രാജസ്ഥാൻ ടൂറിസത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഇതാണെങ്കിലും അത് ഏതിനെയാണോ പറ്റിയാണോ ഡിസ്കസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അതൊന്ന്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു സംഗതി, ഇപ്പൊ ടോക്രി പോലെയുള്ള, ഞാൻ ഏറ്റവും ഇൻട്രിഗേറ്റ്, വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്തിരിക്കാവുന്ന ഒരു ചിത്രം എന്ന് പറയാവുന്ന ഒരു പക്ഷേ ടോക്രി ആയിരിക്കും. കാരണം അതിൽ മൈന്യൂട്ടസ്റ്റ്, ഒരു വണ്ടി പാസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള കടകൾക്കകത്തുള്ള സാധനങ്ങള് ഇപ്പൊ അത്ര വരെ മൈന്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാറുള്ള ഒരു സംഗതി, എവറിബഡി ക്യാൻ ഡ്രോ എന്നാണ്. എവറിബഡി ഇസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ സ്കൂളുകൾ തോറും പോകാറ്. അപ്പൊ ഡൂഡ്ലിംഗ് ആണ് ഞാൻ പറയാറ് ഉദ്ദേശിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, യു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ എന്നുള്ള നിലപാടാണ്. അപ്പൊ അനിമേഷനിൽ അങ്ങനെ ഒരു സീക്വൽ ഒരു പ്രചരിപ്പിക്കാൻ സുരേഷിന് അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് രീതിയിലായിരിക്കും തുടങ്ങുക? ഇവിടുത്തെ നെയ്ബർഹുഡിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ? സജീവ്, ശരിക്കും ഈ അനിമേഷനിലേക്കുള്ള ഇൻട്രസ്റ്റ് വരണമെങ്കിൽ സ്കൂളുകളിലെ തുടങ്ങണം.
കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ഈ ഈ ആദ്യത്തെ ചോദ്യം, ടോക്കരിമാരത്തെ പടങ്ങള് ആളുകൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത എന്താ വെച്ചാൽ അതിന് നമുക്ക് നമ്മളിത് ചെയ്യുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പടം ചെയ്തത്. നമുക്കും ചെയ്യണം. ഒരു ഇന്ത്യയിലെ ഇന്ത്യക്കാർ വരെ പ്രതീക്ഷിക്കാത്ത, ഫോറിനേഴ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലെവൽ ഓഫ് വർക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അത്രയും പുഷ് ചെയ്തത്. ടോക്കരിക്കൊക്കെ 8 കൊല്ലം എടുത്തു നമ്മൾ ചെയ്യാനായിട്ട്. അതെ അപ്പോൾ അതെ അതെ അങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ അത് ഒരുപാട് ശ്രദ്ധേയമാവുകയും ചെയ്തു. ആളുകൾ കണ്ടു, അതിന്റെ ആ ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാക്കി ആളുകൾ അത്ഭുതപ്പെട്ടു. അതെ. ഇതൊക്കെ ഇന്ത്യയിൽ ചെയ്യാൻ കോടികൾ പറ്റും. കണ്ടു അല്ലേ? അതെ 4 അതെ. കോടിയോ അല്ല, അതിന്റെ ആ വ്യൂഷിപ്പ് എത്ര ഒരുപാട് കോടികൾ കടന്നു? ആ ആ അത് ഫിഷർ വുമൺ തന്നെ 4.5 കോടിയോളം ആളുകൾ കണ്ടേക്കണേ. ഈ ടോക്കരിക്ക് 1.5 കോടിയോളം ആളുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. ടോക്കരി ഇത് രണ്ടും ഈ തമാശ പടങ്ങളല്ല. അതാണ് അതിന്റെ ഒരു ഇത്. ഈ തമാശ അതെ അതെ പടത്തിനും കുറേം കൂടി ചാൻസുകളുണ്ട് ആളുകൾ കാണാനായിട്ട്. ഇപ്പൊ ഈ അതെ ഒരു അതെ അതെ ചെറിയതായിട്ടൊരു ട്രാജിക് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. അപ്പോൾ റിയലിസ്റ്റിക്കും ആണ്. നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു വിക്ടറി ആയിട്ട് ഞാൻ കാണുന്നത്. നമ്മുടെ ഓഡിയൻസ് ഇല്ല എന്നുള്ളൊരു ഒബ്സർവേഷൻ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമയിലെ ആളുകൾക്ക് അനിമേഷൻ ഒരു ഓഡിയൻസ് ഇല്ല എന്നുള്ളൊരു ഒരു മിഥ്യാബോധമുണ്ട്. അത് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു വിചാരമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊന്ന് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടും കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. കാരണം ദർ ആർ പീപ്പിൾ, ഇത് കാണാനായിട്ടും എൻജോയ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആളുകൾ കാണുന്നുള്ളൊരു നിഗമനത്തിലാണ് ഞാൻ ഇത് അതെ ചെയ്തത്. അതെ. പക്ഷേ പിന്നെ സുരേഷിന്റെ ചിത്രങ്ങളിലെ ഞാനിപ്പോ ഈ ചിത്രം ഡെഫിനറ്റ്ലി, പിന്നെ ടോക്കറി ആണെങ്കിലും ഫിഷർ വുമൺ ആണെങ്കിലും രാജ് സാൻ ടൂറിസ്റ്റ് ആണെങ്കിലും ഈവൻ യൂണിസെഫിന് വേണ്ടി വരച്ചാണെങ്കിലും ബോംബെ പോലീസിന് വേണ്ടി വരച്ചിട്ടുണ്ടോ, എല്ലാത്തിലും ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 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 കോമൺ തീം എന്ന് പറയുന്നത് കമ്പാഷനാണ്. എനിക്ക് വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് ഒരു വിഷയത്തിനെ സുരേഷ് സമീപിക്കുന്നത്. വിഷ്യസ് എന്ന് പറയാവുന്ന ഒരു ഇവൻ ഒരു മൈന്യൂട്ടസ് ഫോം ഒരു എലിമെന്റ് ഓഫ് വിഷ്യസ്നെസ് പോലും കാണില്ല. അതായത് മാരിയോ മിറാൻഡയുടെ ഞാൻ കാർട്ടൂൺസ് കാണുന്ന പോലെയാണ് സുരേഷിന്റെ അനിമേറ്റഡ് ഫിലിംസ് കാണുന്നത്. കാരണം മാരിയോ മിറാൻഡയിലെ കാർട്ടൂണിലുള്ള ഒരു വലിയൊരു ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ മുഴുവൻ തല്ലുകൂടിയാലും നമുക്ക് ചിരിക്കാനേ തോന്നുന്നു. അത്രയും ലവബിൾ ആയിട്ടാണ് ഇത് പോർട്രേ ചെയ്യുക. സുരേഷിന്റെ ഫിലിംസിന് ഈ പറയുന്ന ഒരു കമ്പാഷൻ ഒരു വലിയൊരു എലിമെന്റ് ആയിട്ട് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്റെ കോൺസെപ്റ്റ് ശരിയാണോ? എങ്ങനെയാ അതിനെ കാണണമെന്ന് പറയൂ. അല്ല സജിയേട്ടാ, ഇതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ ഒരു ഉള്ളിലുള്ള കോൺഷ്യൻസ് ആ സംഭവം നമ്മുടെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് നമ്മൾ ഈ ഒരുപാട് സഹാനുഭൂതി ആളുകളോടുള്ള ഒരു ഇതൊക്കെ കാണുന്നൊരു ഇതാണ്. ശരിക്കും ആളുകളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മളൊരു സേഡിസ്റ്റിക് ആയിട്ട് നമ്മൾ അവരെ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു രീതി ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ആ ഒരു കമ്പാഷൻ എന്നുള്ള സംഭവം ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇടുന്നതല്ല. പക്ഷെ ഈ കുറേ സബ്ജക്റ്റുകളിൽ അത് ഒരു റൂട്ട് തന്നെയാണ്. ഇപ്പോൾ ഫിഷർ വുമൺ ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ശരിക്കുള്ള ഒരു ഫിഷർ വുമണോടുള്ള ഒരു കമ്പാഷൻ തോന്നിയിട്ടാണ് ഞാൻ ആ പടം ഉണ്ടാക്കിയത്. ഇപ്പൊ ടോക്കരി ആണെങ്കിൽ അങ്ങനത്തെ ഒരു കുട്ടിയോട് എനിക്ക് തോന്നിയൊരു മമതയോ അല്ലെങ്കിൽ ഗിൽട്ടോ, ഞാൻ അവരോട് അവരെന്നോട് ടോക്കരി വിൽക്കാൻ നോക്കി ഞാനത് വിലക്കുമ്പോഴും അതുകൊണ്ടുള്ള ഒരു ഗിൽട്ടുണ്ടും. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ അങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മുടെ കഥകളൊക്കെ തുടങ്ങുന്നത്. ഈ ഗൂഗിളിന്റെ ആണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് നമ്മൾ ഇവരുടെ ഒരു പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നിയത്. ആ ഒരു മോട്ടിവേഷന് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം ഡിവൈൻ അലൈൻമെന്റ്സും വന്നത്. ഈ അവരെന്നെ അപ്രോച്ച് ചെയ്യണതും ഇങ്ങനൊരു കുറെ പേര് കുറച്ച് ഒരു ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഫൈനാൻഷ്യലി എന്ന് പറയാനല്ലോ. പിന്നെ ഇതുമാതിരി നീൽകണ്ഠ് എന്നാണ് അങ്ങോട്ട് വരുന്നത്. നീൽകണ്ഠ് മാമ നമ്മളെ അന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതും പിന്നീട് വന്ന് സ്ഥലങ്ങൾ കാണിക്കുന്നതും ആടുകളെ കാണിക്കുന്നതും ഒക്കെ എനിക്കൊരു നിമിത്തമായിട്ട് തോന്നുന്നു. ഇതെല്ലാം ഒരു കണക്ഷൻ. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. അത് ഒരു ലെവൽ ഓഫ് കമ്പാഷനും കൂടിയാണല്ലോ. അത് നമുക്ക് എന്തെങ്കിലും ദേ ഷുഡ് ഓൾസോ ലിവ് വെൽ, ദേ ഷുഡ് ഓൾസോ ബി ടേക്കൺ കെയർ എന്നുള്ളൊരു ഒരു വാല്യൂ എന്നാണ് നമ്മുടെ വർക്കിന്റെ ഉത്ഭവം. അപ്പോൾ അതിൽ സജീവട്ടന് ചിലപ്പോൾ അത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണണ്ടാവും. എനിക്കങ്ങനെ നമ്മള് ഒരു ഫീലിംഗ് ബേസ്ഡ് ആയിട്ടാണ് ഒരു മോട്ടിവേഷൻ നമ്മുടെ വരുന്നത്. ഇവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു
ഒരു ഒരു മോട്ടിവേഷൻ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ പടങ്ങളൊക്കെ ആവണത്. ഈ ഒരു ഐഡിയ മാനിഫെസ്റ്റ് ആയിട്ട് ഒരു ഫിലിം ആയിട്ട് മാറുന്നതൊക്കെ നമുക്ക് വി ഷുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. പിന്നെ അതിന്റെ ഓക്കെ. മീൻസും ഫോളോ ചെയ്യുന്നതും അത് അതിന്റെ യഥാസ്ഥലങ്ങളിൽ വീഴുന്നതും അതൊരു ചാൻസിന്റെ ഇതാണ്. നമ്മൾ സ്ട്രൈവ് ചെയ്യുമ്പോൾ അത് എല്ലാം ഇറ്റ്സ് ഓൾ ഫോളിങ് ഇൻ അങ്ങനെ പ്ലേസ്. വന്നു പോകണം. അതെ അതെ അതെ. അതെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഡ്രോയിങ് സ്റ്റോറീസ് സുരേഷിന്റെ ഒരു ഒരു മാഗ്നം ഓപ്പസ് ആണല്ലോ, എല്ലാം ഉണ്ട് അല്ലെ? ഇത് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള സംഗതി. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, സെൽഫ് ലംബൂണിങ് സുരേഷിന് വലിയൊരു മേജർ ഫോർട്ടി ഓഫ് വ്യൂ. അങ്ങനെ എനിക്ക് വളരെ 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 കുറവ്. തൃപ്പൂണിത്തുറക്കാരുടെ ഒരു ഇതായിരിക്കും സജീവൻ. തൃപ്പൂണിത്തുറക്കാരൻ. അതെ 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 അതെ. നമ്മളുടെ ഏതാണ്ട് വരയും എഴുത്തും ഏതാണ്ട് ഒരേ അതെ രീതിയിലാണ്. കണ്ടന്റ് വൈസ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത് അവതരിപ്പിക്കുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ്. അതെ. അപ്പോ സുരേഷ്, ഞാൻ നാഷണൽ സ്കെയിലിൽ ലെവലിൽ വെച്ച് നോക്കും, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇങ്ങനെ സെൽഫ് ലംബൂണിങ് ഒരു ശീലമാക്കിയിട്ടുള്ള ഒരേ ഒരു കാർട്ടൂണിസ്റ്റ് ആർട്ടിസ്റ്റ് സുരേഷ് മാത്രമാണ്. അങ്ങനെ ഒരു കഥാപാത്ര പരമ്പര ഒരു അനിമേഷൻ ആയിട്ട് എപ്പോഴെങ്കിലും വരുമോ? അങ്ങനെ ഐഡിയ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം എനിക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്. വരച്ചോണ്ടിരിക്കുകയാണ്. ഈ എന്റെ അതേ സ്റ്റൈൽ, ഞാൻ വരയ്ക്കുന്ന സ്റ്റൈലിൽ തന്നെ അനിമേറ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഞാൻ കാണുന്ന വേൾഡും അതിനെ അനിമേഷനെ കൂടി അലൈവ് ആക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതെ. മാത്രമല്ല തൃപ്പൂണിത്തുറയിൽ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനും മകനും എന്നുള്ള ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഏറ്റവും വരയ്ക്കബിൾ ആയിട്ടുള്ള മുഖങ്ങളുള്ള ഒരാളാണ് പണിക്കരേട്ടനും സുരേഷും. ഗംഭീര കാരിക്കേച്ചറബിൾ മുഖങ്ങളാണ്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പല പ്രാവശ്യം വരച്ചിട്ടും ഉണ്ടല്ലോ ഞാൻ. അപ്പൊ അതാ എനിക്ക് തോന്നിയത്. അപ്പൊ സുരേഷും ഗംഭീരമായിട്ട് സുരേഷിനെ തന്നെ വരയ്ക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ കുട്ടികൾക്കൊക്കെ സ്വയം ചിരിക്കാനായിട്ട് പോട്ടെ, സ്വയം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ മറ്റുള്ളവർ എന്നൊരു കോൺസെപ്റ്റേ ഇല്ല, അതേഴ്സ് എന്നൊരു കോൺസെപ്റ്റേ ഇല്ല. അപ്പൊ ആ രീതിയിൽ ലക്ഷ്യമാക്കിയിട്ട് ഒരു വലിയൊരു ഒരു വിഷനറി ആയിട്ടുള്ള വലിയ പ്രോജക്റ്റ് എന്തെങ്കിലും വരുമോ സുരേഷിന്റെ ഭാഗത്തുനിന്ന്? അങ്ങനെയൊന്നും ആലോചിച്ചില്ല ചേട്ടാ. പക്ഷെ സജീവൻ പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആയിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ കാരണം ശരിയാണ്, ഈ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വന്നതോടുകൂടി എല്ലാവരും നമ്മളെ തന്നെ ഒരു ഹീറോ ആക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വേൾഡിൽ ഏറ്റവും ഭയങ്കര ജോക്കറാണെന്ന് നമ്മളെ തന്നെ കാണിക്കുമ്പോൾ അത് ഒരു 360 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ അതെ 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 ഇപ്പൊ അതെ എല്ലാവരും ബെസ്റ്റ് അവതാറാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോ അതെ അതെ. അതൊരു ഒരു ഒരു പ്രസ്ഥാനമാക്കണമെന്നൊന്നുമില്ല എനിക്ക്. പക്ഷെ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് വേൾഡ്. ഞാൻ പക്ഷെ സെൽഫ് ലംബൂണിങ് ചെയ്യുന്നവര് ഒരു കലാരൂപത്തിൽ അങ്ങനെ സെൽഫ് ലംബൂണിങ് ചെയ്യുന്നവരില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ നോക്കിയറിയാലോ, ഒന്നിലും അവനവനെ തന്നെ അവനവന്റെ പ്രാധാന്യം മാർക്കം കുറച്ച് കാണാനേ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ചിത്രത്തിലെ പാട്ട്, സുരേഷ് പാട്ട് പഠിച്ചിട്ടുള്ള ആളാണല്ലോ. ഒരു 2 വരി മൂളാണെങ്കിൽ അത് ഭയങ്കര കൗതുകമായിരിക്കും കേൾക്കണവർക്ക്. ഇത് ഈ പാട്ടുണ്ട് ഊൻ 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 അത് 2 വരി. അത് ചില ഭാഗങ്ങള് കുറച്ചുകൂടി മ്യൂസിക്കലായിട്ടുള്ളതുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രാഗത്തിലുള്ള ഒരു 2 വരി ഇപ്പൊ ഒന്നും പഠിക്കണല്ലോ ചേട്ടാ. കണ്ടുപിടിച്ചത്. ജഗദോധാരണ അടിച്ചിതല ശോധ ജഗദോധാരണ അടിച്ചിതല ശോധ ജഗദോ ആടിച്ചിതല ശോധ ജഗദോ
അത്രേ ഉള്ളൂ സജീവ. ബാക്കി പാടിയ നിൽക്കുമെന്നറിയില്ല. ശബ്ദം. ഓക്കെ ഓക്കെ. ഈ ചിത്രം എങ്ങനെ കാണണമെന്നാണ് മലയാളി പ്രേക്ഷകർ എങ്ങനെ കാണും? കാരണം നമുക്ക് ഊളോ ചെമ്മരിയാടുകളോ നമുക്ക് പരിചയമില്ലാത്ത വിഷയങ്ങളാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിന്റെ ഒരു ഈ ഈ ഒരു ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു ബോധമൊക്കെ ആളുകൾക്ക് വരികയാണെങ്കിൽ, കുറച്ചും കൂടി ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ, നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുമാതിരി ആടിന്റെ ഒരു മേച്ചിലില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളൊരു ഒരു മൂവ്മെന്റ്, ഒരു മേച്ചിൽ റൂട്ട് എന്താന്ന് വെച്ചാൽ താറാവിനുണ്ടെന്നാണ് കേട്ടേക്കണേ. താറാവിന്റെ റൂട്ട് ഭയങ്കര യുണീക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് കൊല്ലം സൈഡിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് മുകളിലേക്ക് പോയി തമിഴ്നാട് വഴി ആലപ്പുഴ അങ്ങനെ അതെ. ചുറ്റി വരുന്നൊരു വലിയൊരു റൂട്ടുണ്ട് ഇവർക്ക്. അത് നമുക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ താറാവിനെ പോകുന്നത് കണ്ടു, ചോറ്റാനിക്കര സൈഡിലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഡെയിലി പോക്കും വരവാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു പ്രയാണമായിട്ടുള്ള സംഭവം നമുക്ക് പറയാൻ അറിയില്ല. തന്നെ അതെ. അതൊരു ഇതൊക്കെ നമ്മൾ ഈ ഡെയിലി സംഭവങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു, അതിനിടയിൽ ഇങ്ങനെ ഒരു ലൈഫ് നടക്കുന്നുണ്ട്. അതും പ്രകൃതിയുമായിട്ട് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ ഇങ്ങനെ ഇണങ്ങി ചേർന്ന് ഇങ്ങനെ പോകുന്ന ഒരു ലൈഫ്. ഈ സത്യത്തിൽ ഈ ഓർഗനൈസ്ഡ് ജീവിത രീതിയിൽ നിന്ന് അതിനേക്കാൾ എത്രയോ മടങ്ങ് അത്ഭുതങ്ങളാണ് ഈ അൺഓർഗനൈസ്ഡ് ജീവിത രീതിയിലുള്ളത് അല്ലേ? അതെ, അതും എത്ര ഒറിജിനൽ ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്മിറേഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ആളുകളിലും ആ ഒരു ഫീലിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ നമ്മൾ ചെയ്യുന്നതൊക്കെ എത്രയോ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റ് ആക്കുന്ന ലൈഫ് എത്രയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള മനസ്സിലാവും. അതായത് ഓൾറെഡി പ്രകൃതി എത്രയോ ഇൻഗ്രീഡിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കൂ, ക്വയറ്റ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കും എന്നുള്ളത്. അതെ പക്ഷെ നമ്മൾ എന്തുമാത്രം സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ ഈ ചിത്രത്തിന് ഇത്രയും വലിയ അവാർഡ് കിട്ടിയിട്ട് നമുക്ക് കേരള സർക്കാരുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും സ്കൂളുകളിൽ കാണിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സേട്ടാ. എനിക്ക് തോന്നുന്നത് സ്കൂളുകളിൽ ആളുകൾ ഇങ്ങനത്തെ ഒരു മീഡിയത്തിനെ പറ്റി അറിയണം. കാരണം ഇത് എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവാർഡാണ് അനസിയിൽ. ഇത് ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവാർഡാണ്. രണ്ടാമത്തെ അവാർഡ് ആർക്കും കിട്ടിയിട്ടുമില്ല. അതെ, ഇല്ല, ഈ 10 കൊല്ലത്തിനിടയിലും. അത് ഇത്രയും വേൾഡ് ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു അവാർഡാണിത് അനിമേഷൻ ഫ്രറ്റേണിറ്റിയിൽ. അത് നമ്മുടെ ഇവിടെ അതിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ അവയർനെസ് ആണ് എനിക്ക് തോന്നുന്നത് ആദ്യം വരേണ്ടത്. കാരണം ഇത്രയും കഴിവും സ്റ്റോറികളും ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇത്രയും ഡ്രൈവേഴ്സ് ആയിട്ടുള്ള അതൊക്കെ നമുക്ക് ഈ ഒരു ആർട്ട് ഫോമിൽ കൂടി പറയാൻ പറ്റുകയാണെങ്കിൽ എത്രയോ പേരിൽ എത്തിക്കാൻ പറ്റും കഥകൾ. ആ ഒരു പൊട്ടൻഷ്യൽ ഞാൻ ഒരു ചോദ്യം കൂടി. 3700 എൻട്രീസ് നിന്നാണല്ലോ സുരേഷിന് ഈ അവാർഡ് കിട്ടിയത്, സെലക്ട് ചെയ്തിട്ട് 900. അതെ. അപ്പൊ ഇതിൽ നിന്ന് വേറിട്ട് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള എന്ത് ഫീച്ചർ ആയിരിക്കാം? ഈ ചിത്രത്തിൽ ഉടനീളം ഓടിക്കൊണ്ടിരുന്ന ഒരു ഫീച്ചർ എന്ന് പറയാവുന്ന എന്തായിരിക്കാം? ഇല്ല, എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ് സജിയോട്ട്. ഇത് ഒന്നാമത്തെ നമ്മൾ ചെയ്ത രീതി, കമ്പിളി ഉപയോഗിച്ച് ചെയ്ത ഒരു പടം, അത് യുണീക്കാണ്. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും അത് കമ്പിളിക്ക് വേണ്ടി ചെയ്യുന്നത് വേറൊരു സംഭവമാണ്. അതാണ് അതിന്റെ ഒരു യുണീക്ക് കോമ്പിനേഷൻ. നമ്മൾ കമ്പിളി ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും കഥ പറയാം, പക്ഷെ കമ്പിളിക്ക് വേണ്ടിയിട്ടുള്ളൊരു കഥ പറയാന്നുള്ളത് ആണ് അതിന്റെ ഒരു യുണീക്ക് കോമ്പിനേഷൻ. ഇതിന്റെ ഈ പടത്തിന്റെ വേറൊരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് ദ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ന്യൂയോർക്കിൽ ഈ കൊല്ലം സെലക്ട് ചെയ്തേക്കണ പടമാണ്. അവരുടെ ആർക്കൈവിലേക്ക് പോകുന്ന പടമാണിത്. ആകെ ഉള്ള ഇന്ത്യൻ പടമാണ്. ആകെ ഈ ഇത്രയും കൊല്ലങ്ങളായിട്ട് മോമയില് പോകുന്ന ഒരേ ഒരു ഇന്ത്യൻ പടം ഇതാണ്. ആദ്യത്തെ ഇതുവരെ മറ്റൊന്നും പോയിട്ടില്ല, ഇത് മാത്രമാണ് ആദ്യമായിട്ട് പോകുന്നത്. പറഞ്ഞ ആർട്ട് സർക്കിളിലും ആളുകൾ അറിയേണ്ട ഒരു സംഭവമാണ്. കാരണം ഇങ്ങനത്തെ ഇപ്പോഴും നമ്മുടെ ആർട്ട് സർക്കിളിൽ ഈ കമേഴ്ഷ്യൽ എന്നും ഫൈൻ ആർട്സ് എന്നും ഉള്ള ഒരു വേർതിരിവൊക്കെ ഉണ്ടല്ലോ. അത് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ ആവണം. കാരണം അതൊന്നും പുറത്ത് അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല.
ഈ കമേഴ്ഷ്യലൊന്നോ. ആർട്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ഭാഷയാണ്. അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പടം ഇന്റർനാഷണൽ ഈ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ പോകുക എന്നുള്ള ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യൻ ആർട്ടിനെ വെച്ച് തന്നെ നോക്കുമ്പോഴത്തേക്കും അവിടെ കാണിക്കുക എന്നുള്ളത് ഒരു മൂവിങ് മീഡിയം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ അനിമേഷൻ്റെ റെക്കഗ്നിഷൻ ഒരു സർവീസ് മേഖലയിലെ ഒരു സംഭവം, ഒരു ടെക്നിക്കൽ സാധനം അല്ലാതെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മീഡിയം ആക്കി അതിനെ എലിവേറ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവാണ് എൻ്റെ എപ്പോഴും. അപ്പോൾ അത് സ്കൂളിലേ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതെ അതെ. അപ്പൊ ഏതായാലും ഇത്രയും നേരം വളരെ മീനിങ് ഫുൾ ആയിട്ട് നമ്മളെ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത്രയും ഔപചാരികത ഉണ്ടാവില്ല. രസമായിട്ട് കുറെ തമാശ, ഒരു 40% തമാശകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കത് വയ്യല്ലോ. കുറെ ആൾക്കാർ ഇത് കാണുകയാണ്, അത് കാരണം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ശരിക്കും വെറുപൂട്ടാണ് ഒരു തമാശ പറയാനുണ്ട്. ഇപ്പൊ ഏതായാലും സുരേഷും സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ സുരേഷ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ആശിഷ്. വലിയ സന്തോഷം. താങ്ക് യു ആശിഷ്. मैं बनूं घोंगड़ी घोंगड़ी सबके कंधे पे जो चढ़ी, कभी सर्दी से मैं लड़ी, कभी बरसातों की झड़ी, कभी पालना बन के झूली. ഇപ്പൊ കാണാം. സുരേഷ് എറിയാടാണ് കേട്ടോ, എറിയാട്ടല്ല, എറിയാട്. അടിപൊളി ചേട്ടാ. ഓക്കെ, താങ്ക് യു ചേട്ടാ. യെസ്. ബൈ ആശിഷ്.